തദ്ദേശ തിരഞ്ഞെടുപ്പിൽ താമര നാടെങ്ങും വിരിഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടി, എല്ലാവരും വിലപിച്ചു. ഒരാളൊഴിച്ച്, നമ്മുടെ ബഹുകുത്ത് മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും വിതുമ്പിക്കരഞ്ഞു, അല്ലെങ്കിൽ നെഞ്ചത്തടിച്ചു കരഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രധാനപ്പെട്ട കാരണം വർഗീയത BJP വാരി വിതറും. വർഗീയത നമ്മൾ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ സ്വപ്നം പോലും കാണും, ശ്വാസത്തിലും വർഗീയത വരും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് 5 കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്ത് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ മാർഗരേഖ വരുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ ഇത്രയും നെഞ്ചത്തടിച്ച് വിലപിച്ചവർക്കൊന്നും തന്നെ SDPI എന്ന് പറയുന്ന പാർട്ടിയുടെ വിജയത്തെക്കുറിച്ച് യാതൊരു വർഗീയത വരുമെന്നുള്ളതുമില്ല, എന്തെങ്കിലും സംഭവിച്ചു കളയും എന്നുള്ള ഒരു ഭയവുമില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? 1ഉം 2ഉമല്ല, 102 സീറ്റാണ് കിട്ടിയത് SDPIക്ക്. ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള ഒറ്റ പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് SDPI. ആ SDPI ആണ് 102 സീറ്റുകളിൽ വിജയിച്ചത്. ഇവിടെ മുഖ്യമന്ത്രി പണ്ടേ ഒന്നും മിണ്ടിയിട്ടില്ല, ഈ അമ്പേ പരാജയമാണല്ലോ, ഇനിയിപ്പോൾ എന്തോ പറയാനാണ്, അതുകൊണ്ട് മുഖ്യം പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ AA റഹീം ഉണ്ടായിരുന്നു, മൂപ്പര് പറഞ്ഞു പരാജയത്തിൽ പതറില്ല. എങ്ങനെ BJPയുടെ വളർച്ച വന്നു എന്നുള്ളത് പരിശോധിക്കും. കയ്യിലിരിപ്പ് കൊണ്ടാണ് വേറെ ഒന്നുമല്ല. കയ്യിലിരിപ്പ് നന്നായിരുന്നാൽ ആളുകളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളേണ്ടി വരില്ല. ഇനി രണ്ടാമത്തെ ആൾ MV ജയരാജനാണ്. സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്. BJP കേരളത്തിൽ വളരുന്നത് എങ്ങനെയെന്ന് കൂലങ്കഷമായിട്ട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. അതിനും മറുപടി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മറ്റൊരാൾ TP രാധാകൃഷ്ണനാണ്. അർഹതപ്പെട്ട ഒരു പോസ്റ്റിൽ ആ കസേരയിൽ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കണം. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വങ്കത്തരമാണെങ്കിൽ പോലും പറഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. BJP അധികാരത്തിൽ വന്നത് ഗൗരവതരമാണ്, ജനത്തിൻ്റെ അഭിപ്രായം പരിശോധിക്കും എന്നുള്ളതാണ്. ജനത്തിൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, ചൂലെടുത്ത് അടിച്ചോടിക്കും. എല്ലാവരും വോട്ട് ചോദിച്ച് വോട്ട് തെണ്ടി അങ്ങ് ചെന്നപ്പോൾ തന്നെ ചോദിച്ചല്ലേ, ഈ ശബരിമലയിലെ സ്വർണ്ണമൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയെണ്ണ? ഇത് തന്നെയല്ലേ ചോദിച്ചത്? പറയാതെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ആ പാട്ടും കയറി വന്നു കേട്ടോ. കുറ്റം അല്ലെങ്കിൽ മോശം പറയരുതല്ലോ. ആ പോറ്റിയെ കയറ്റിയെ എന്നുള്ളൊരു പാട്ട്, അത് BJPക്ക് ഗുണം ചെയ്തു, UDFനും ഗുണം ചെയ്തു. പക്ഷേ അത് ഏറ്റവും ദുരന്തമായി ഭവിച്ചത് LDFന് മാത്രമാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ജനങ്ങളോടൊന്നും പറയേണ്ടി വന്നില്ല, BJPക്ക് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടിയും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ SDPIയുടെ സീറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ 91 സീറ്റ് കിട്ടിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ 8 സീറ്റുണ്ട്, കോർപ്പറേഷനിൽ 2 സീറ്റുണ്ട്, ബ്ലോക്കിൽ 1 സീറ്റുമുണ്ട്. ഈ സീറ്റുകളൊന്നും വോട്ട് ഷെയർ കൂടിയതും ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല, ആർക്കും ഒരു വിഷമവും ഇല്ല. പക്ഷേ BJP വന്നാൽ ഈ കേരളം കുട്ടിച്ചോറാകും. കാരണം BJP അധികാരത്തിൽ വന്നതുകൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10-12 വർഷമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഉരുട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പ്രബുദ്ധതയൊക്കെ നശിച്ചു പോകില്ല എന്നുള്ളതാണ് സഖാക്കളുടെ ഒരു വിഷമം. ആ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി നമ്മൾ വളരെ മനസ്സിലാക്കണം. മലപ്പുറം, കൊല്ലം, പൂന്തുറ, ഈരാറ്റുപേട്ട, കരുനാഗപ്പള്ളി, കൊച്ചി, ആലുവ, പെരുമ്പാവൂർ, പറവൂർ, ഇവിടെയൊക്കെ UDF LDF മത്സരിച്ച് പ്രോത്സാഹനം നടത്തിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഈ SDPIക്ക്, ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടിയിട്ടൊക്കെ മത്സരിച്ച് പ്രോത്സാഹനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു വിജയത്തിൽ LDF ഒന്നും വേണ്ടിയിട്ടില്ല, UDF ഒന്നും വേണ്ടിയിട്ടില്ല. തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, പാലക്കാട്, അവിടെ BJPക്ക് സീറ്റ് വർധനയുണ്ടായി, BJP ഭരണം പിടിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ സാമുദായിക ധ്രുവീകരണം വന്നു. ഇതാണ് മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ 2 ചേരിയിൽ കാണാൻ പറ്റും? ഒന്നില്ലെങ്കിൽ ഇത് രണ്ടുപേരെയും, BJPയെയും SDPയെയും ഒരുപോലെ വർഗീയ പാർട്ടിയായിട്ട് കാണട്ടെ, മനസ്സിലാക്കാമല്ലോ. പക്ഷേ BJPയെ അത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി വന്നതിന് ശേഷം രാജ്യത്തിനുണ്ടായിട്ടുള്ള വികസനം എന്താണ് എന്നുള്ളത് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിലാക്കിയതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്
ജനങ്ങൾ വോട്ട് ചെയ്തത്. അവിടെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പല പഞ്ചായത്തുകളിലും പലയിടങ്ങളിലുമൊക്കെ ബ്ലോക്കിലുമൊക്കെ നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് കുറച്ചുകൂടി മുന്നേറാമായിരുന്ന BJPക്ക് ചില ഇടിവുകൾ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് രണ്ടുപേരും തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കും. മറ്റുള്ളതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. ഈരാറ്റുപേട്ടയിൽ 2020 NDAക്ക് കിട്ടിയ വോട്ട് 7345 അത് 2025 ആകുമ്പോൾ 16,833 മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം വോട്ട് വർധന അവിടെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ആർക്കും, അതായത് SDPIയുടെ മുസ്ലിം ലീഗിൻ്റെയോ ഒക്കെ ഒരു വളർച്ച എന്ന് പറയുന്നത് പ്രതിരോധിക്കണമെന്നോ അല്ലെങ്കിൽ അതൊരു സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ അതൊരു ദുരന്ത പര്യവസാനിയാവുന്ന ഒരവസ്ഥയാണെന്നോ എന്നും ഇവർക്ക് ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സത്യത്തിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കിട്ടിയത്? അപ്പോൾ വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDF വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്. കാരണം തദ്ദേശത്തിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു വോട്ട് ഷെയറും ഈ ഒരു വിജയവും തന്നെയാണ് തലയ്ക്ക് മത്തടിച്ച രീതിയിലേക്ക് അവരെ മുന്നോട്ട് നയിക്കുന്നത് പോലും. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മുദ്രാവാക്യം വിളിയോടുകൂടി ഒരു പ്രൊട്ടസ്റ്റ് കടന്നുപോയി. ആ പ്രൊട്ടസ്റ്റ് ലീഗിൻ്റേതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്നായിരുന്നു അന്ന് ലീഗിൻ്റെ മുദ്രാവാക്യം. ചിലരൊക്കെ മറന്നു കാണും, പക്ഷെ എല്ലാവർക്കും അങ്ങനെ അങ്ങ് മറക്കാനുള്ള സാധ്യത ഇല്ലതാനും. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നമ്മൾ BJPയുടെ മുന്നേറ്റമൊക്കെ കാണുമ്പോഴും പലരും നിരാശയോടെ ഇരിക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു മുദ്രാവാക്യം ഓർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് എന്ന് നമുക്ക് പറയാം. തദ്ദേശമാണ്, പക്ഷേ നിയമസഭയിൽ ഇത് മറിയാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നിരുന്നാൽ പോലും വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് വരികയാണെങ്കിൽ പല ജില്ലകളിലും, വടക്കോട്ടാണെങ്കിൽ പല ജില്ലകളിലുമൊക്കെ മേൽക്കോയ്മ എന്ന് പറയുന്നത് ലീഗിനാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അടക്കം നിർണയിക്കുന്നത് ലീഗായി മാറാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും പോകുന്നത് ലീഗിനായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലീഗിന് ഇത്രത്തോളം കിട്ടിക്കൊണ്ട് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക? പറഞ്ഞ് ഭയപ്പെടുത്തുകയോ ഒന്നുമല്ല. BJPയെ വർഗീയ പാർട്ടിയായി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ SDPIയുടെ മുന്നേറ്റത്തെ ഒരു പ്രശ്നമായി കാണുന്നില്ല എന്നിരിക്കെ ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്നത് ചോദിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പോലെ തന്നെ കേരളത്തിലും ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയേണ്ടത് കോൺഗ്രസ് അല്ലേ? കാരണം ലീഗ് നിൽക്കുന്നത് കോൺഗ്രസ്സിലല്ലേ? ലീഗ് കൃത്യമായി എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ സൗമ്യരെന്ന് തോന്നിക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കളെയൊക്കെ കണ്ട് ഈ ഹൈന്ദവ സമൂഹമൊക്കെ പോയിട്ട് വോട്ട് ചെയ്യും. ഈ വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസും ഈ നേതാക്കളെയും കണ്ടിട്ടായിരിക്കും. പക്ഷേ ഭരണം കൈയാളുമ്പോൾ ഭരണത്തിലേക്ക് ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ചില കലാപങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവരുടെ സഖ്യകക്ഷിയായിട്ട് അന്നും ലീഗ് ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്കതിനൊപ്പം മനസ്സിലാകും. 1982, 92 മാറാട് തുടങ്ങിയവയൊക്കെ നടക്കുമ്പോൾ സഖ്യകക്ഷിയായി മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരണമായിരുന്നു ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഭരണകൂടം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാനാകാത്ത ഫലങ്ങൾ തരുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. പാലക്കാട് SDPI വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന പരിഹാസം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കണം. അവരും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതേ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് കൃത്യമായിട്ട് അവർ മുന്നേറ്റം നടത്തുമ്പോൾ
ഈ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള മുന്നേറ്റം എന്ന് പറയാനായിട്ട് രാഹുലിനും രാഹുലിൻ്റെ പാർട്ടിക്കും രാഹുലിൻ്റെ പാർട്ടിയിലെ ഈ സഖ്യകക്ഷിക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതേ കോൺഗ്രസ് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവരോട് ലീഗും ചേർന്ന് തന്നെയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്തരത്തിൽ BJPയെ സംബന്ധിച്ച് ലോക്സഭയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതിനെ തകർത്ത് മുന്നേറുന്ന സമയത്ത് അസംബ്ലിയിൽ കോൺഗ്രസിനെ തളർത്തിയാണ് മുന്നേറേണ്ടത്. നമ്മൾ ഇത്രയും പറഞ്ഞതിന് പിന്നിൽ ഈ SDPI വോട്ട് ഷെയർ കൂടിയതും BJPക്ക് വോട്ട് ഷെയർ കൂടിയതും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.